ഒരു കാലത്ത് ഫോണുകളിൽ തമ്മിൽ സംസാരിക്കുവാൻ കേബിളുകൾ വേണമായിരുന്നു. കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഡാറ്റ കൈമാറുവാൻ കേബിളുകൾ അനിവാര്യമായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ചെറിയ ടച്ച് മതി. ഹെഡ്ഫോൺ കണക്ട് ആകും, ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യും. ഈ അദൃശ്യ ബന്ധം എവിടെ നിന്നാണ് വന്നത്? ഇതാണ് ബ്ലൂടൂത്ത് എന്ന വിപ്ലവത്തിന്റെ കഥ. ബ്ലൂടൂത്ത് എന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ അവിഭാജ്യമായ ഭാഗമാണ്. ഒരു ചെറിയ ടച്ച് മതി, ഫോണുകൾ തമ്മിൽ കണക്ട് ആകും, ഹെഡ്ഫോൺസ് കേബിൾസ് ഇല്ലാതെ പ്രവർത്തിക്കും, ഫയലുകൾ ഒരു സെക്കൻഡിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഈ അദൃശ്യ ബന്ധത്തിന്റെ പിന്നിലുള്ള ചരിത്രം വളരെ രസകരവും അതേസമയം ടെക് ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ കഥയും കൂടിയാണ്. 1990കളുടെ തുടക്കത്തിൽ ലോകം മൊബൈൽ ടെക്നോളജിയിൽ വലിയ മാറ്റങ്ങൾ കാണുകയായിരുന്നു. ഫോണുകൾ കൂടുതൽ സ്മാർട്ട് ആകുന്നു, ലാപ്ടോപ്പുകൾ സാധാരണ ജനങ്ങളുടെ കൈകളിൽ എത്തുന്നു, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വളരുന്നു. പക്ഷെ ഒരു വലിയ പ്രശ്നം എല്ലാവർക്കും ബുദ്ധിമുട്ടായി നിന്നു: കേബിളുകൾ. ഓരോ ഡിവൈസും തമ്മിൽ കണക്ട് ചെയ്യുവാൻ കേബിളുകൾ വേണം, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കേബിള് വേണം, ഹെഡ്സെറ്റ് ഉപയോഗിക്കുവാൻ കേബിള് വേണം. ഈ സങ്കീർണത കുറയ്ക്കുവാനായി ഒരു വയർലെസ് പരിഹാരം ആവശ്യമായിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത് സ്വീഡനിലെ എറിക്സൺ എന്ന ടെക് കമ്പനിയായിരുന്നു. ആ കമ്പനിയിലെ ഒരു ഗവേഷണ സംഘമായിരുന്നു. 1994 അവിടെ ഒരു ചെറിയ ടീം വലിയ ആശയത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. അവരിൽ പ്രധാനികളായിരുന്നു ജാപ്പ് ഹാർട്ട്സൺ എന്ന ഡച്ച് എഞ്ചിനീയറും സ്വെൻ മാക്ഷൻ എന്ന സ്വീഡിഷ് എഞ്ചിനീയറും. അവരുടെ ലക്ഷ്യം വളരെ ലളിതമായിരുന്നു, പക്ഷേ അതിന്റെ എഫക്റ്റ് ലോകം മുഴുവൻ മാറ്റിമറിക്കാനുള്ളതായിരുന്നു. അവർ ചിന്തിച്ചു, വളരെ കുറഞ്ഞ ദൂരത്തിൽ കുറഞ്ഞ പവർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ രണ്ട് ഡിവൈസുകൾ തമ്മിൽ കേബിൾ ഇല്ലാതെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം അത് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അതാണ് പിന്നീട് ബ്ലൂടൂത്ത് ആയി മാറിയത്. ആദ്യകാലത്ത് ഈ സാങ്കേതിക വിദ്യക്ക് ബ്ലൂടൂത്ത് എന്ന പേര് ഉണ്ടായിരുന്നില്ല. ഇതൊരു ടെക്നിക്കൽ പ്രൊജക്റ്റ് മാത്രമായിരുന്നു. ഷോർട്ട് ലിങ്ക് റേഡിയേഷൻ ടെക്നോളജി എന്ന പേരിലാണ് ആദ്യമായി ഇത് അറിയപ്പെട്ടത്. പിന്നീട് വിവിധ കമ്പനികൾ ഈ ആശയത്തിൽ ചേർന്നു. ഇന്റൽ, നോക്കിയ, IBM, ടൊഷിബ തുടങ്ങി വലിയ ടെക് കമ്പനികൾ ഒരുമിച്ച് ഈ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. 1998 ബ്ലൂടൂത്ത് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് അഥവാ SIG രൂപീകരിക്കപ്പെട്ടു. ഇത് ലോകത്തിലെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. ഏറ്റവും രസകരമായ ഭാഗം എന്തെന്നാൽ ബ്ലൂടൂത്ത് എന്നത് ഒരു ടെക്നിക്കൽ വാക്കല്ല, മറിച്ചൊരു ചരിത്ര കഥാപാത്രത്തിന്റെ പേരാണ്. 10ാം നൂറ്റാണ്ടിൽ ഡെൻമാർക്ക് ഭരിച്ചിരുന്ന ഹെറാൾഡ് ബ്ലൂടൂത്ത് എന്ന രാജാവിന്റെ പേരാണ് ഇത്. അദ്ദേഹം പ്രശസ്തനായത് വിവിധ ഗോത്രങ്ങളും രാജ്യങ്ങളും ഒന്നിപ്പിച്ചാണ്. അതുപോലെ തന്നെ ഈ പുതിയ ടെക്നോളജി വിവിധ ഡിവൈസുകളെ ഒന്നിപ്പിക്കും എന്ന ആശയത്തിൽ നിന്നാണ് ബ്ലൂടൂത്ത് എന്ന പേര് ഉണ്ടായത്. ഒരു രാജാവ് രാജ്യങ്ങളെ കണക്ട് ചെയ്തതുപോലെ ഈ ഒരു ടെക്നോളജി ഡിവൈസിനെ കണക്ട് ചെയ്യും എന്നത് അതിന്റെ സിംബോളിസം ആയിരുന്നു. 1999 ആദ്യ ബ്ലൂടൂത്ത് 1.0 പുറത്തിറങ്ങി. പക്ഷെ ഇത് പെർഫെക്റ്റ് ആയിരുന്നില്ല. കണക്ഷൻസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, സ്പീഡ് വളരെ കുറവായിരുന്നു, പലപ്പോഴും പെയറിംഗ് ഫെയിൽ ആകുമായിരുന്നു. എന്നിരുന്നാലും ഇതൊരു തുടക്കമായിരുന്നു, ഒരു പുതിയ വയർലെസ് ലോകത്തിന്റെ ആദ്യ ചുവടുവയ്പ്. പിന്നീട് ബ്ലൂടൂത്ത് 2.0 എത്തി. വലിയ മാറ്റങ്ങൾ ഉണ്ടായി. എൻഹാൻസ്ഡ് ഡേറ്റ റേറ്റ് അഥവാ EDR എന്ന പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡാറ്റ സ്പീഡ് വർദ്ധിപ്പിച്ചു. ഫയൽ ട്രാൻസ്ഫർ വളരെ കൂടുതൽ വേഗത്തിലായി. ഹെഡ്സെറ്റുകൾ കൂടുതൽ സ്റ്റേബിളായി പ്രവർത്തിച്ചു തുടങ്ങി.
മൊബൈൽ ഫോണുകളിൽ ബ്ലൂടൂത്ത് ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചറായി മാറി. കാലക്രമേണ ബ്ലൂടൂത്ത് കൂടുതൽ വികസിച്ചു. ബ്ലൂടൂത്ത് 3.0 വന്നപ്പോൾ വൈഫൈ പോലുള്ള ഹൈസ്പീഡ് ട്രാൻസ്ഫർ സാധ്യമായി. ബ്ലൂടൂത്ത് 4.0 ലോ എനർജി എന്ന വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നു. ഇത് വെയറബിൾ ഡിവൈസ്, ഫിറ്റ്നസ് ട്രാക്കർ, സ്മാർട്ട് വാച്ചസ് എന്നിവയ്ക്ക് വലിയ സഹായമായി. കാരണം ഇത് വളരെ കുറഞ്ഞ ബാറ്ററി ഉപയോഗിച്ച് ദീർഘകാലം പ്രവർത്തിക്കുവാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ആയിരുന്നു. പിന്നീട് ബ്ലൂടൂത്ത് 5.0, 5.1, 5.2, 5.3 തുടങ്ങിയ വേർഷൻസ് എത്തി. റേഞ്ച് വർദ്ധിച്ചു, സ്പീഡ് കൂടി, കണക്ഷൻസ് കൂടുതൽ സ്റ്റേബിളായി, സ്മാർട്ട് ഡിവൈസുകൾ തമ്മിൽ ഇന്ററാക്ഷൻസ് കൂടുതൽ ഇന്റലിജന്റ് ആയി മാറി. ബ്ലൂടൂത്തിന്റെ പിന്നിലെ ശാസ്ത്രം വളരെ രസകരമാണ്. ഇത് 2.4 GHz ഫ്രീക്വൻസി ബാൻഡിൽ പ്രവർത്തിക്കുന്നു. വൈഫൈ ഉപയോഗിക്കുന്ന അതേ ബാൻഡ്, പക്ഷേ ഇന്റർഫിറൻസ് ഒഴിവാക്കാൻ ഇത് ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. അതായത് ഒരു സിംഗിൾ ഫ്രീക്വൻസിയിൽ നിൽക്കാതെ വളരെ വേഗത്തിൽ പല ഫ്രീക്വൻസികളിലേക്ക് മാറി ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇതാണ് ബ്ലൂടൂത്തിനെ സ്റ്റേബിൾ ആക്കുന്നതും. ഇന്ന് ബ്ലൂടൂത്ത് ഇല്ലാതെ ഒരു ലോകം ചിന്തിക്കുവാൻ പോലും കഴിയില്ല. വയർലെസ് ഇയർബഡ്സ്, സ്മാർട്ട് TV, കാർസ്, മെഡിക്കൽ ഡിവൈസ്, ഗെയിമിംഗ് കൺട്രോളേഴ്സ്, കീബോർഡ് എന്നുവേണ്ട എല്ലാം ബ്ലൂടൂത്ത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. ഇതൊരു ചെറിയ ലാപ്പിൽ നിന്നായിരുന്നു ആരംഭിച്ചിരുന്നത്. എന്നിരുന്നാലും ഇന്നിത് ലോകം മുഴുവൻ കണക്ട് ചെയ്യുന്നു. ഇൻവിസിബിൾ ബ്രിഡ്ജായി മാറിയിരിക്കുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഈ വയർലെസ് സൗകര്യങ്ങളുടെ പിന്നിൽ എറിക്കണിലെ ഒരു ചെറിയ ടീമിന്റെ ചിന്ത, കിങ് ഹെറാൾഡ് ബ്ലൂടൂത്ത് എന്ന ചരിത്ര രാജാവിന്റെ പേര്, കൂടാതെ ലോകത്തിലെ വലിയ ടെക് കമ്പനികളുടെ സഹകരണം എല്ലാം ചേർന്ന ഒരു വലിയ കഥയാണുള്ളത്. ഒരു ചെറിയ പ്രശ്നത്തിൽ നിന്നാണ് ഈ വിപ്ലവം ഉണ്ടായത്. കേബിളുകൾ ഒഴിവാക്കാമോ? അതിന്റെ മറുപടിയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് എന്നത്. നിങ്ങൾ ആദ്യമായി ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഉപയോഗിച്ച ഡിവൈസ് ഏതാണ്? വീഡിയോ ഇഷ്ടമായാൽ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.